കർത്താവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, അഭിഷേകമല്ല എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പസ്തോല പ്രവർത്തനം 8-ാം അധ്യായം 29 മുതലുള്ള വചനത്തിൽ ആത്മാവ് പീലിപ്പോസിനോട് അടുത്തു ചെന്ന് തേരിനോട് ചേർന്ന് എടുക്കുക എന്ന് പറഞ്ഞു. ദൈവം പരിശുദ്ധാത്മാവിലൂടെ പീലിപ്പോസിനെ അയക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പീലിപ്പോസിന് എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയില്ലായിരുന്നു. പരിശുദ്ധാത്മാവ് പീലിപ്പോസിനോട് പറഞ്ഞു, ഗസയിലേക്ക് പോകാൻ പറഞ്ഞു. പീലിപ്പോസ് പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഗസയിലേക്ക് പോയി. ഗസയിൽ ചെന്നിട്ട് നിൽക്കുമ്പോഴാണ് മന്ത്രിയായ ഷണ്ടൻ ദേവാലയത്തിലെ ആരാധന കഴിഞ്ഞ് മടങ്ങി വരിക. അവിടെ നിന്നൊരു പുസ്തകമൊക്കെ വാങ്ങിയാ മടങ്ങി വരുന്നത്. പുസ്തകം വാങ്ങി മടങ്ങി വരുമ്പോൾ പുസ്തകം അങ്ങ് തുറന്നോ വായിക്കാൻ വേണ്ടി എടുക്കുമ്പോഴാണ് അറക്കാൻ കൊണ്ടുപോകുന്ന ആട്ടിൻകുട്ടിയെ പോലെയുള്ള വചനഭാഗം കിട്ടുന്നത്. അറപ്പാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി രോമം കത്തിരിക്കുന്നതിന് മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായി തുറക്കാതിരുന്നു. ഈ ഭാഗം വായിച്ച് കടന്നു പോകുമ്പോഴാണ് കർത്താവിന്റെ ആത്മാവ് പീലിപ്പോസിനോട് പറഞ്ഞത്, രഥത്തിലേക്ക് ഓടിച്ചെല്ലുവാൻ. എന്തിനാ രഥത്തിലേക്ക് ഓടിച്ചെല്ലാൻ പറഞ്ഞത്? വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം അതിന്റെ പൊരുള് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇത് തിരിച്ചു തരാൻ ആരുമില്ല. ആരെങ്കിലും തിരിച്ചു തന്നാലേ മനസ്സിലാകുള്ളൂ. പ്രിയമുള്ളവരെ, ദൈവം ഒരാളെ അയച്ചാൽ നിന്റെ വീട്ടിൽ, നിന്റെ അടുക്കൽ വചനത്തിന്റെ പൊരുൾ തിരിച്ചു തരാൻ വേണ്ടി ദൈവം ഇടയാക്കും. കാരണം യേശു കർത്താവാണെന്ന് തിരിച്ചറിയത്തക്ക വിധം ആരാധന കഴിഞ്ഞ് മടങ്ങി വന്നവന്റെ ജീവിതത്തെ മാറ്റാൻ കഴിയുന്നെങ്കിൽ ഇന്ന് ഞാൻ ഒരു ദൂത് നിങ്ങളോട് പറയാം. നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ ഇതുപോലെ ഒരു ദൈവത്തിന്റെ വെളിപ്പാട് നിങ്ങളുടെ അടുക്കൽ വരും. ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും, യേശു ആരാണ്, യേശു എന്തിനാണ് വന്നത്, യേശുവിൽ ഞാൻ ആരായിരിക്കണം, ഞാൻ യേശുവിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് യേശു നമ്മളെ പഠിപ്പിക്കും. പീലിപ്പോസ് പറഞ്ഞ വചനം കേട്ട് അതിന്റെ പൊരുളുകളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഷണ്ടൻ പറയുകയാണ്, വെള്ളം കണ്ടപ്പോൾ എന്നെ സ്നാനപ്പെടുത്തുവാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ? യെശയ്യാ പ്രവചന്റെ പുസ്തകത്തിൽ പറഞ്ഞ വചനം വായിച്ചു കഴിഞ്ഞപ്പോൾ വെള്ളത്തിൽ മുങ്ങി സ്നാനമെടുക്കുന്ന ദൈവിക വചനത്തിലേക്ക് ദൈവം കൊണ്ടുവന്നെങ്കിൽ ദൈവിക ദൂത് തിരിച്ചറിയണം. വചനം കേട്ടാൽ ക്രിസ്തുവിലേക്ക് നമുക്ക് കടന്നു വരാൻ കഴിയും, ക്രിസ്തുവിൽ ജീവിക്കാൻ നമുക്ക് കഴിയും. ഇന്ന് നമ്മൾ ക്രിസ്തുവിലായി ക്രിസ്തുവിനോടുകൂടെ ജീവിക്കാനുള്ള വചനദൂതാണ് നമ്മൾക്ക് കർത്താവ് തന്നത്. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകട്ടെ. യേശു മഹത്വം എടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.